സെക്കൻഡ് സ്റ്റാൻഡേർഡ് ക്രിസ്മസ് എക്സാം മാത്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. വാട്ട് ഈസ് നെക്സ്റ്റ് എന്നാണ്. അടുത്തത് എന്ത് എന്നാണ് കേട്ടോ. ലെറ്റ്സ് ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വിട്ടുപോയ സംഖ്യകള് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആദ്യത്തെ നോക്കാം. 100, 102, 104. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്പർ തന്നിട്ടില്ല. പിന്നെ 108 എന്ന് തന്നിട്ടുണ്ട്. പിന്നത്തെ 3 നമ്പേഴ്സ് നമുക്ക് തന്നിട്ടില്ല കേട്ടോ. ഇവിടെ നോക്കുക, 100 കഴിഞ്ഞിട്ട് 102 ആണ് തന്നിരിക്കുന്നത് അല്ലെ. അവിടെ എത്രയാ കൂടിയിരിക്കുന്നത്? 100ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാ 102 കിട്ടുക? 2 ആഡ് ചെയ്യുമ്പോഴല്ലേ. പിന്നെ 102ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 104 കിട്ടുക? 2 ആഡ് ചെയ്യുമ്പോഴാണ് അല്ലേ. ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ എങ്ങനെയാ കൂടുന്നത്? 2 വെച്ചിട്ടാണ് കൂടുന്നത് അല്ലേ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 104ന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് വേണം അടുത്തത് എഴുതാൻ അല്ലേ. 104ന്റെ കൂടെ 2 ആഡ് ചെയ്ത് എത്ര കിട്ടും? 106 കിട്ടില്ലേ. 106 എന്ന് എഴുതാം. അടുത്ത നമ്പർ 108 എന്നാണ് തന്നിട്ടുണ്ട് അല്ലെ. 106ന്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴല്ലേ 108 കിട്ടുക. അടുത്തത് 108ന്റെ കൂടെ 2 ആഡ് ചെയ്തിട്ട് അടുത്ത സർക്കിളിൽ എഴുതുക. അപ്പൊ എത്രയാ വരിക? 110 കിട്ടൂലോ. ദെൻ 110ന്റെ കൂടെ 2 ആഡ് ചെയ്ത് എത്ര കിട്ടും? 112 കിട്ടും. അത് നെക്സ്റ്റ് സർക്കിളിൽ എഴുതാം. അടുത്തത് 112ന്റെ കൂടെ 2 ആഡ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 114 കിട്ടും അല്ലെ. അത് അടുത്ത സർക്കിളിൽ എഴുതിയിട്ട് അത് ഫില്ല് ചെയ്യുക കേട്ടോ. അപ്പൊ എങ്ങനെയാ വരിക? 100, 102, 104, 106, 108, 110, 112, 114 എന്ന് എഴുതിയിട്ട് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. 17, 20, 23 എന്ന് തന്നിട്ടുണ്ട്. 17 കഴിഞ്ഞാൽ 20 ആണ്. 17ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക നോക്കുക കേട്ടോ. കൗണ്ട് ചെയ്ത് നോക്കണേ. അപ്പൊ 3 അല്ലേ. 17ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക അല്ലെ. 20ന്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 23 കിട്ടുക? 20ന്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോഴല്ലേ 23 കിട്ടുക. ഇവിടെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്പേഴ്സ് 3 3 3 വെച്ചിട്ടല്ലേ കൂടുന്നത്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 23യുടെ കൂടെ 3 ആഡ് ചെയ്തിട്ടുള്ളത് എത്രയാ കിട്ടുക നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് സർക്കിളിൽ എഴുതുക കേട്ടോ. അപ്പൊ 23 + 3 എത്രയാ വരിക? 26 വരൂ അല്ലെ. ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ 26ന്റെ കൂടെ 3 ആഡ് ചെയ്യണ്ടേ. എത്രയാ വരിക? 29 വരുമല്ലോ. അത് നെക്സ്റ്റ് സർക്കിളിൽ എഴുതാം. ദെൻ 29ന്റെ കൂടെ 3 ആഡ് ചെയ്യുക. 32 കിട്ടും. അത് നെക്സ്റ്റ് കോളത്തിൽ എഴുതാം. ദെൻ 32ന്റെ കൂടെ 3 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 35 കിട്ടും. അതവിടെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ദെൻ 35ന്റെ കൂടെ 3 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 38 കിട്ടും അല്ലെ. അത് നെക്സ്റ്റ് സർക്കിളിൽ എഴുതുക കേട്ടോ. അങ്ങനെ അതും ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കാം. 110, 190 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാ ഡിക്രീസ് ആവില്ലേ ചെയ്യുന്നത്? നമ്പേഴ്സ് കുറഞ്ഞു വരികയാണ് അല്ലെ. എത്ര വെച്ചിട്ടാ കുറയുന്നത്? 110 ഉണ്ടായിരുന്നു, പിന്നെ 100 ആയി. അപ്പൊ എത്രയാ കുറഞ്ഞത്? 10 കുറഞ്ഞില്ലേ. അടുത്തത് 100ൽ നിന്ന് 90 ആയി എന്ന് പറയുമ്പോഴും 10 കുറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം? 90ൽ നിന്ന് 10 കുറച്ചിട്ട് വേണം അടുത്ത ബോക്സിൽ എഴുതാനായിട്ട്. 90ൽ നിന്ന് 10 കുറച്ച് എത്രയാ വരിക? 80 കിട്ടും. ദെൻ 80ൽ നിന്ന് 10 കുറച്ചാലോ 70 കിട്ടും. ദെൻ 70ൽ നിന്ന് 10 കുറച്ചാൽ 60 കിട്ടും അല്ലെ. ആക്ടിവിറ്റി 2, ഹൗ മച്ച് മോർ? എത്രണ്ട് കൂടുതൽ എന്നാണ് കേട്ടോ. റിജു ഹാസ് 1 50 rupee നോട്ട്, 2 10 rupee നോട്ട്സ് ആൻഡ് 2 1 rupee കോയിൻസ്. ഹൗ മച്ച് മണി ഡസ് റിജു ഹാവ് ഇൻ ടോട്ടൽ എന്നാണ് കേട്ടോ. അതായത് റിജുവിന്റെ കയ്യിൽ ഒരു 50 രൂപയുടെ നോട്ടും 2 10 രൂപയുടെ നോട്ടും 2 1 രൂപയുടെ കോയിൻസും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റിജുവിന്റെ കയ്യിൽ മൊത്തം എത്ര രൂപയാണ് ഉള്ളത് എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. 1 50 rupee നോട്ട് എന്ന് പറഞ്ഞാൽ 50 rupees അല്ലെ. 2 10 rupee നോട്ട്സ് എന്ന് പറഞ്ഞാലോ 2 10s എന്ന് പറഞ്ഞാൽ 20 ആയല്ലോ. 10 + 10 20 അല്ലേ. ദെൻ 2 1 rupee കോയിൻസ് എന്ന് പറഞ്ഞാലോ 1 + 1 എത്രയാ? 2 അല്ലേ. അപ്പൊ എത്ര രൂപയാണ് റിജുവിന്റെ കയ്യിലുള്ളത്? 50 + 20 + 2 എത്രയാ വരിക? 50യുടെ കൂടെ 20 ആഡ് ചെയ്താൽ 70, 70യുടെ കൂടെ 2 ആഡ് ചെയ്താൽ 72. ബോക്സിൽ 72 എന്ന് എഴുതാം കേട്ടോ. അടുത്ത് നോക്കാം. യു ഹാവ് ഗോട്ട് എ നമ്പർ, റൈറ്റ് ഇറ്റ് ഇൻ ഡിഫറെന്റ് വേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കൊരു നമ്പർ കിട്ടിയിട്ടുണ്ടല്ലോ, അത് വ്യത്യസ്ത രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതാണ് നമ്പർ? 72 ആണ് അല്ലെ. റിജുവിന്റെ കയ്യിൽ എത്ര കാശുണ്ട് നമ്മൾ കണ്ടെത്തിയിരുന്നു അല്ലെ. അപ്പൊ അതല്ലേ ആ നമ്പർ 72നെ. അപ്പോ ഡിഫറെന്റ് വേസിൽ വിവിധ രീതിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
72 എന്നുള്ള നമ്പർ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടാം? ഒന്നുമില്ലെങ്കിൽ 70യുടെ കൂടെ 2 ആഡ് ചെയ്താൽ 72 കിട്ടും, അല്ലെങ്കിൽ 71ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 72 കിട്ടും, പിന്നെ 73 നിന്ന് 1 കുറച്ചാൽ 72 കിട്ടും അല്ലേ? പിന്നെ 72 എന്നുള്ള നമ്പർ ഏതൊക്കെ നമ്പേഴ്സിന്റെ ഇടയിലാണ്? 71ന്റെയും 73ന്റെയും ഇടയിലുള്ള നമ്പർ ആണ് അല്ലെ? അതൊക്കെ നമുക്ക് എഴുതിയിട്ട് ഇവിടെ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? 71 + 1. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 2 more than 70 എന്ന് എഴുതാലോ. അതായത് 70നെക്കാട്ടിലും 2 കൂടുതൽ എന്ന് എഴുതിക്കോടെ. അപ്പൊ 2 more than 70 എന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 1 less than 73 എന്ന് എഴുതിക്കോടെ. അതായത് 73ൽ നിന്ന് 1 കുറവ് എന്ന് എഴുതാലോ. അപ്പൊ 1 less than 73 എന്ന് എഴുതാം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഏതൊക്കെ നമ്പേഴ്സിന്റെ ഇടയിൽ വരുന്ന നമ്പർ ആണ് 72 എന്ന് എഴുതിക്കോടെ. ബിറ്റ്വീൻ 71 and 73. ഇടയിൽ എന്നുള്ളതിന് ബിറ്റ്വീൻ എന്നല്ലേ പറയാ. ബിറ്റ്വീൻ 71 and 73 എന്ന് എഴുതാം. അങ്ങനെ വിവിധ രീതിയിൽ എഴുതാം കേട്ടോ. ആക്ടിവിറ്റി 3 ഫൈൻഡ് ഹൗ മച്ച് എന്നാണ്. എത്രയാണെന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ലുക്ക് അറ്റ് ദ ലിസ്റ്റ് ഓഫ് ദ ബണ്ടിൽസ് ഓഫ് സ്റ്റിക്സ് ബ്രോട്ട് ബൈ ഫ്രണ്ട്സ്. അതായത് കൂട്ടുകാർ കൊണ്ടുവന്ന കമ്പിന്റെ കെട്ടിന്റെ ലിസ്റ്റ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് നെയിം എന്നും ടെൻസ് എന്നും വൺസ് എന്നും ടോട്ടൽ എന്നും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നോക്കാം. മഹേഷ് ആണ് അല്ലെ. മഹേഷ് എത്ര ബണ്ടിൽസാ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കൂ. 10ന്റെ 2 ബണ്ടിൽസ് ആണ് കേട്ടോ. പിന്നെ വൺസ് എത്രയാ? 3 വൺസ് ആണ് അല്ലെ. അതായത് 3 സ്റ്റിക്കുകളും. അപ്പൊ എത്രയാ വരിക ടോട്ടല്? 2 10s എന്ന് പറഞ്ഞാൽ 20യും 3 വൺസ് എന്ന് പറഞ്ഞാൽ 3യും അല്ലെ. അപ്പൊ 23 അല്ലേ വരിക ടോട്ടല്. 23 എന്ന് ടോട്ടലിൽ എഴുതുക കേട്ടോ. അടുത്തത് സന്തോഷാണ്. സന്തോഷ് കൊണ്ടുവന്നിരിക്കുന്നത് 10ന്റെ 1 ബണ്ടില്. പിന്നെ വൺസ് എത്ര? 4ഉം. അപ്പൊ എത്രയാ വരിക? 10ന്റെ 1 ബണ്ടിൽ എന്ന് പറഞ്ഞാൽ 10, പിന്നെ 4ഉം. അപ്പൊ എത്രയാ? 14 അല്ലേ. 10 + 4 എത്രയാ? 14 ആണ് അല്ലെ. 14 എന്ന് ടോട്ടൽ എഴുതുക കേട്ടോ. അടുത്തത് ആന്റണി ആണ് കേട്ടോ. ആന്റണി കൊണ്ടുവന്നിരിക്കുന്ന ബണ്ടിൽസ് എത്രയാ? 10ന്റെ 8 ബണ്ടിൽസും വൺസ് എത്രയാ? 9 ആണ് അല്ലെ. അപ്പൊ ടോട്ടൽ എത്രയാ വരിക? 8 10s എന്ന് പറഞ്ഞാല് 8 തവണ 10നെ ആഡ് ചെയ്യണം അല്ലെ. 8 10s എന്ന് പറഞ്ഞാലല്ലേ. അപ്പൊ 10 + 10 + 10 8 തവണ ആഡ് ചെയ്ത് എത്രയാ കിട്ടുക? 80 അല്ലേ. 80 ഉണ്ട്, പിന്നെ ഒരു 9ഉം. അപ്പൊ 80 + 9 എത്രയാ? 89 അല്ലേ. ടോട്ടലില് 89 എന്ന് എഴുതുക. അടുത്തത് മനുവിന്റെ നോക്കാം. ഇവിടെ നമുക്ക് എത്ര ബണ്ടിൽസാ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് തന്നിട്ടില്ല. ടെൻസിന്റെ എത്രയാന്ന് തന്നിട്ടില്ല, വൺസ് എത്രയാന്ന് തന്നിട്ടില്ല. പക്ഷെ ടോട്ടൽ തന്നിട്ടുണ്ട് കേട്ടോ, 30 എന്ന്. അപ്പൊ ടെൻസിന്റെ എത്ര എണ്ണം കൊണ്ടുവന്നിട്ടുണ്ടാവും മനു? 3 ബണ്ടിൽസ് അല്ലെ. ടെൻസിന്റെ 3 ബണ്ടിൽസ് ആവുമ്പോഴല്ലേ 30 വരിക. 3 10s ആണല്ലോ 30. ടെൻസിന്റെ അവിടെ 3 എന്ന് എഴുതുക കേട്ടോ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ. ഹു ബ്രോട്ട് മോർ നമ്പർ ഓഫ് സ്റ്റിക്സ് എന്നാണ്. ആരാണ് കൂടുതൽ കമ്പുകൾ കൊണ്ടുവന്നത് എന്നാണ്. ഓരോരുത്തരും കൊണ്ടുവന്നത് എത്രയാ നോക്കുക. അതിലെ ലാർജസ്റ്റ് നമ്പർ ഏതാ നോക്കുക. അയാളായിരിക്കുമല്ലോ കൂടുതൽ സ്റ്റിക്സ് കൊണ്ടുവന്നിട്ടുണ്ടാവുക. ഇവിടെ അപ്പൊ ആരാണ്? ആന്റണി ആണ് അല്ലെ. 89 സ്റ്റിക്സ് ആണ് ആന്റണി കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ എഴുതുക കേട്ടോ, ആന്റണി എന്ന് എഴുതുക. നെക്സ്റ്റ് ഹു ബ്രോട്ട് ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റിക്സ് എന്നാണ്. അതായത് ഏറ്റവും കുറവ് കമ്പുകൾ കൊണ്ടുവന്നത് ആരാന്നാണ്. ഏറ്റവും കുറവ് കമ്പ് കൊണ്ടുവന്നത് ആരാണ്? സന്തോഷാണ് അല്ലെ. ആകെ 14 സ്റ്റിക്സേ കൊണ്ടുവന്നിട്ടുള്ളൂ അല്ലേ. അപ്പൊ സന്തോഷ് എന്ന് എഴുതുക. ഹൗ മച്ച് എന്നും കൂടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. അതിന് എത്രയാണ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എത്രയാ? 14 ആണ്. അവിടെ നമ്പർ എഴുതുക കേട്ടോ, 14 എന്ന് എഴുതുക. റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിക്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റിക്സിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ പറയുമ്പോൾ ആദ്യം ഏതാ എഴുതുക? 14 എഴുതൂലേ. പിന്നെ ഏതാ എഴുതുക? 23, പിന്നെ 30, പിന്നെ 89 അല്ലെ. ആക്ടിവിറ്റി 4 നോക്കാം. ഫൈൻഡ് ദ നമ്പേഴ്സ്. The numbers on the petals of the given flower are the answers to the questions given below. Find the answers എന്നാണ് കേട്ടോ. ഇവിടെ പൂവിന്റെ ഇതളുകളില് കുറച്ച് നമ്പേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. 5 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യന്റെ ആൻസേഴ്സ് ആണ് കേട്ടോ ഇവിടെ പെറ്റൽസിൽ കൊടുത്തിരിക്കുന്നത്. അത് ഏതാണ് എന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് 2-digit നമ്പർ എന്നാണ്. അതായത് ഏതാണ് ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ എന്നാണ് കേട്ടോ. ഇതാണ് സ്മോളസ്റ്റ് 2-digit നമ്പർ. നമുക്കറിയാം 2-digit നമ്പർ തുടങ്ങുന്നത് എവിടുന്ന് മുതലാണ്? 10 മുതലല്ലേ.
അപ്പൊ 10 അല്ലേ സ്മോളസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. അപ്പൊ അവിടെ 10 എന്നുള്ളത് പെറ്റലുണ്ട് അല്ലെ, 10 എന്നുള്ളത് എടുത്ത് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 1 to 200 എൻഡിങ് ഇൻ 0 എന്നാണ്. അതായത് 1 മുതൽ 200 വരെയുള്ള നമ്പേഴ്സിൽ 0 അവസാനിക്കുന്ന എത്ര സംഖ്യകൾ ഉണ്ട് എന്നാണ്. അപ്പോൾ 0 അവസാനിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അല്ലെ. 1 to 100 വരെ എത്ര നമ്പേഴ്സ് ആണ് 0 അവസാനിക്കുന്നത് ഉള്ളത്? 10 നമ്പേഴ്സ് ഉണ്ട് അല്ലെ. 200 എന്ന് പറഞ്ഞാൽ 2 100 ഉണ്ടല്ലോ. ആദ്യത്തെ 100ൽ 10 ആണെങ്കിൽ അടുത്ത 100ലും എന്തെന്നെയാ 10 തന്നെ ആയിരിക്കില്ലേ. അപ്പൊ 10 + 10 എത്രയാ? 20 ആണ് അല്ലെ. അപ്പൊ 20 നമ്പേഴ്സ് അല്ലേ. അവിടെ പെറ്റല് 20 എന്നുള്ള നമ്പർ ഉണ്ട് അല്ലെ. അപ്പൊ 20 എന്ന് എടുത്തിട്ട് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 50 to 75 എന്നാണ്. അതായത് 50 മുതൽ 75 വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് കേട്ടോ. അപ്പൊ 50 മുതൽ 75 വരെ എന്ന് പറയുമ്പോൾ 50 ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ 75 ഉൾപ്പെടുത്തണം കേട്ടോ. ഒരു നമ്പർ തൊട്ടിട്ട് അടുത്തൊരു നമ്പർ വരെ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാ? ലാർജസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 75 അല്ലേ. സ്മോളസ്റ്റ് നമ്പർ ഏതാ? 50 ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ? ഈ ലാർജസ്റ്റ് നമ്പറിൽ നിന്ന് സ്മോളസ്റ്റ് നമ്പർ കുറയ്ക്കുക കേട്ടോ. അതായത് 75ൽ നിന്ന് 50 കുറച്ചിട്ട് അതിന്റെ കൂടെ 1 ആഡ് ചെയ്യണം കേട്ടോ. ഇതിനാ 1 ആഡ് ചെയ്യണമെന്ന് മനസ്സിലായോ? നമ്മൾ 75 എന്നുള്ള നമ്പറിൽ നിന്ന് 50 കുറച്ചു അല്ലെ. 50 നമ്പേഴ്സും കുറച്ചു. നമുക്ക് കാണേണ്ടത് 50 തൊട്ടിട്ട് 75 വരെയുള്ള നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ 1 ആഡ് ചെയ്യുന്നത്. അപ്പൊ 75 - 50 എത്രയാ? 25 ആണ്. 25ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 26 ആണ് അല്ലെ. ഇവിടെ 26 എന്നുള്ള നമ്പർ ഇല്ലേ, പെറ്റലുണ്ടല്ലോ, ഇവിടേക്ക് എടുത്ത് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ബിറ്റ്വീൻ 65 and 67 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 65ന്റെയും 67ന്റെയും ഇടയിലുള്ള നമ്പർ ഏതാ? 66 ആണ് അല്ലെ. ഫ്ലവറിന്റെ പെറ്റില് 66 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, സ്ഥലത്തേക്ക് എടുത്ത് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഹൺഡ്രഡ്സ് ആർ ദർ ഇൻ 200 എന്നാണ്. 200ല് എത്ര ഹൺഡ്രഡ്സ് ഉണ്ട് എന്നാണ് അല്ലെ. എത്ര ഹൺഡ്രഡ്സ് ആ ഉള്ളത് 200ല്? 200 അല്ലേ. 100 + 100 ചേർന്നതല്ലേ 200. അപ്പൊ എത്ര ഹൺഡ്രഡ്സ് ആണത്? 200 ഉണ്ട് അല്ലെ. പൂവിന്റെ ഇതിലുള്ള 2 എന്നുള്ള നമ്പർ ഉണ്ടല്ലോ, ഇങ്ങോട്ട് എടുത്തെഴുതുക കേട്ടോ. ആക്ടിവിറ്റി 5, ഇൻ ദ ഫ്രൂട്ട് ഷോപ്പ്. ഈറ്റിംഗ് ഫ്രൂട്ട്സ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത്. ദിയ ആൻഡ് റിജോ റീച്ച് ദ ഫ്രൂട്ട് ഷോപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദിയയും റിജോയും ഫ്രൂട്ട് ഷോപ്പിൽ എത്തി എന്നാണ് കേട്ടോ. അവിടെ കണ്ടോ, പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട് അല്ലെ. ഓരോ ഫ്രൂട്ടിന്റെയും വില നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ഫ്രൂട്ടിനും 1 കിലോന് എത്ര രൂപയാണ് എന്നുള്ളതാണ് കേട്ടോ പ്രൈസ് ലിസ്റ്റ് തന്നിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫ്രൂട്ട് ഈസ് കോസ്റ്റ്ലി എന്നാണ്. ഏത് പഴത്തിനാണ് വില കൂടുതൽ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? പ്രൈസ് ലിസ്റ്റ് പോയി നോക്കണം. ഏറ്റവും വില കൂടുതലുള്ള പഴം ഏതാണ്? ഡ്രാഗൺ ഫ്രൂട്ട് ആണ് അല്ലെ. ഡ്രാഗൺ ഫ്രൂട്ടിന് 95 റുപ്പീസ് ഉണ്ട് അല്ലെ. അപ്പൊ ഏത് ഫ്രൂട്ടാണ് കോസ്റ്റ്ലി ആയിട്ടുള്ളത്? ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് ഇത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിജോ ബോട്ട് 1 kilogram ഓഫ് ബനാന ആൻഡ് 1 kilogram ഓഫ് ഗ്രേപ്സ്. വാട്ട് വിൽ ബി ദ ടോട്ടൽ എമൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് റിജോ 1 കിലോ പഴവും 1 കിലോ ഗ്രേപ്സും വാങ്ങി, മുന്തിരിയും വാങ്ങി. അപ്പൊ എത്രയാണ് മൊത്തം വില എന്നാണ് കേട്ടോ. അപ്പൊ ടോട്ടൽ എമൗണ്ട് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്ക് പ്രൈസ് ലിസ്റ്റ് പോയിട്ട് ബനാനയുടെ റേറ്റ് നോക്കുക, ദെൻ ഗ്രേപ്സിന്റെ റേറ്റ് നോക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലെ. ബനാനയ്ക്ക് എത്രയാ റേറ്റ്? 34 റുപ്പീസ് ആണ് അല്ലെ. ദെൻ ഗ്രേപ്സിന് എത്രയാ റേറ്റ്? 64 റുപ്പീസ് അല്ലേ. അപ്പൊ ടോട്ടൽ എമൗണ്ട് എങ്ങനെയാ കാണുക? 34ന്റെ കൂടെ 64 ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ 34 + 64 ഈസ് ഈക്വൽ ടു, എങ്ങനെ ആഡ് ചെയ്യുക? ആദ്യം ടെൻസുകൾ ആഡ് ചെയ്യുക. അപ്പൊ 30യും 60യും എത്രയാ? 90 അല്ലേ. പിന്നെ 1s ആഡ് ചെയ്യുക. 4ഉം 4ഉം ആണ് അല്ലെ. 4ഉം 4ഉം എത്രയാ? 8 ആണ് അല്ലെ. അപ്പൊ 90യും 8ഉം എത്രയാ? 90 + 8 ഈസ് ഈക്വൽ ടു 98 അല്ലേ. 98 എന്ന് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ഫോർ ദിയ ടു ബൈ 1 kilogram ഓഫ് മാംഗോ ആൻഡ് 1 kilogram ഓഫ് ഗുവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ദിയയ്ക്ക് 1 കിലോ മാങ്ങയും അതുപോലെ തന്നെ 1 കിലോ പേരയ്ക്കയും വാങ്ങാനായിട്ട് എത്ര രൂപ ആവശ്യമുണ്ട് എന്നാണ് കേട്ടോ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 കിലോ മാംഗോന് എത്രയാ റേറ്റ് നോക്കണം, 1 കിലോ ഗുവയ്ക്ക് എത്രയാ റേറ്റ് നോക്കണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. മാംഗോന് എത്രയാ റേറ്റ്? പ്രൈസ് എത്രയാ? 48 റുപ്പീസ് അല്ലേ.
അതുപോലെ തന്നെ ഗുവയുടെ പ്രൈസ് എത്രയാ, പേരയ്ക്കയുടെ പ്രൈസ് എത്രയാ, 35 റുപ്പീസ് ആണ് അല്ലെ. അപ്പോൾ ദിയയ്ക്ക് എത്ര രൂപ വേണം എന്ന് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, മാംഗോന്റെ പ്രൈസും ഗുവയുടെ പ്രൈസും ആഡ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, 48 പ്ലസ് 35 ചെയ്യണ്ടേ. 48 പ്ലസ് 35 എങ്ങനെയാ ചെയ്യാ, ടെൻസുകൾ തമ്മിൽ ആഡ് ചെയ്യാ. 40 പ്ലസ് 30 എത്രയാ, 70 ആണ്. ദെൻ 8 പ്ലസ് 5 എത്രയാ, 13 ആണ് അല്ലെ. അപ്പൊ 70 പ്ലസ് 13 എത്രയാ, 70യുടെ കൂടെ 10 വന്നാൽ 80 ആയി, 80യുടെ കൂടെ 3 കൂടി വന്നാല് 83 ആണ് അല്ലെ. അപ്പൊ എത്ര രൂപയാണ് ദിയയ്ക്ക് 1 കിലോ മാങ്ങയും അതുപോലെ തന്നെ 1 കിലോ ഗുവയും വാങ്ങാനായിട്ട് ആവശ്യമുള്ളത്? 83 റുപ്പീസ് ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിയ പെയ്ഡ് 100 റുപ്പീസ് ടു ദ ഷോപ്പ് കീപ്പർ ആഫ്റ്റർ ബൈയിങ് മാംഗോ ആൻഡ് ഗുവ. ഹൗ മച്ച് മണി വിൽ ദ ഷോപ്പ് കീപ്പർ ഗിവ് ബാക്ക് ടു ദിയ എന്നാണ് കേട്ടോ. ദിയ കടക്കാരന് മാങ്ങയും അതുപോലെ തന്നെ പേരയ്ക്കയും വാങ്ങിയതിനു ശേഷം 100 റുപ്പീസ് കൊടുത്തു കേട്ടോ. അപ്പൊ എത്ര രൂപയാണ് ഷോപ്പ് കീപ്പർ ദിയയ്ക്ക് തിരിച്ചു നൽകുക എന്നാണ് ക്വസ്റ്റ്യൻ. 1 കിലോ മാങ്ങയും വാങ്ങി, 1 കിലോ ഗുവയും വാങ്ങി അല്ലെ. അതിന്റെ ടോട്ടൽ പ്രൈസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, 83 റുപ്പീസ് അല്ലേ. 83 റുപ്പീസിനാണല്ലേ ദിയ ഫ്രൂട്ട്സ് വാങ്ങിയത്. ദിയ കൊടുത്തത് എത്രയാ, 100 റുപ്പീസ് ആയിരുന്നു അല്ലെ. ഷോപ്പ് കീപ്പറിന് കൊടുത്തത് 100 റുപ്പീസ് ആണ്. ഷോപ്പ് കീപ്പർ ദിയയ്ക്ക് എത്ര തിരിച്ച് കൊടുക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 100 റുപ്പീസിൽ നിന്ന് 83 കുറച്ചാ പോരെ. 100 മൈനസ് 83 എത്രയാ, 100 80 കുറച്ചാൽ എത്രയാ, 20 ആണ്. പിന്നെ 20 നിന്ന് 3 കുറയ്ക്കുക, അപ്പൊ എത്രയാ വരിക, 17 കിട്ടൂലോ. അപ്പൊ 17 റുപ്പീസ് ആണ് കേട്ടോ ഷോപ്പ് കീപ്പർ ബാലൻസ് ആയിട്ട് ദിയയ്ക്ക് കൊടുക്കുക.